എന്നിട്ട് അല്ലാഹു പറയാ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പറയുക നബിയേ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണത്. ഈ ആയത്തിനെ സമസ്തക്കാർ ദുർവ്യാഖ്യാനിച്ചു. ഇത് നബിദിനം കഴിക്കാനുള്ള ആയത്താണെന്നാ പറഞ്ഞു. ഇങ്ങനെ നബിദിനം കഴിക്കാനുള്ള ആയത്ത് ലോകത്ത് ഒരാളും ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ഇവരല്ലാതെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആയത്ത് ഖുർആനെ കുറിച്ചാണ്. അതിനെ കൊണ്ട് അല്ലേ, അവനെ കൊണ്ട്, അതിനെ കൊണ്ട് ഒരു മനുഷ്യനെ അതിനെ എന്ന് പറയോ? ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ. മാത്രമല്ല, ഈ ആയത്ത് റസൂലല്ലേ ഓതിക്കൊടുത്ത് ഇതിന്റെ നബിദിനം കഴിക്കാൻ തെളിവാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. ഉസ്താദുമാരിപ്പോ പറയുന്നു. ഇതാണ് ദുർവ്യാഖ്യാനം. മനസ്സിലായോ? ജലാലൈനി എടുത്തു നോക്കി, സുന്നി പരിഭാഷ എടുത്തു നോക്കി. ഇപ്പോ നിലവിലുള്ള APK സുന്നികൾ അംഗീകരിക്കുന്ന പരിഭാഷയിൽ ഖുർആനാണത്, ഇസ്ലാമാണത്, അല്ലാതെ നബിയുടെ ജന്മദിനം കൊണ്ടാടാനുള്ള തെളിവല്ലാതെ. കാരണം അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടെങ്കിൽ സഹാബികൾ കൊണ്ടാടുമല്ലോ. നിങ്ങൾ തന്നെ പറയുന്നത് സഹാബികൾ കൊണ്ടാടിയിട്ടില്ല. അപ്പൊ ആയത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ലേ?